ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേഗത്തിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അർത്ഥത്തോടുകൂടി നമുക്ക് പാട്ടുകൾ പാടി ഞാൻ കർത്താവിന്റെ സ്വന്തമാണെന്നുള്ളത് ഒന്നും കൂടി ഉറപ്പുവരുത്തുവാൻ ഹൃദയത്തില് നമുക്ക് ദൈവം സഹായിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഇപ്രകാരം കൂടി വന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഒരു മനസ്സോടെ ആയിരിക്കുവാൻ, വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, സ്വർഗീയമായിട്ടുള്ള ചിന്തകൾ ഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോ ആഴ്ചയും നൽകി തരുന്ന വിലയേറിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലെ ഓരോ ക്യാരക്ടർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇസഹാക്കിനെ കുറിച്ച് കണ്ടു. ഈ ആഴ്ച നമുക്ക് ഇസഹാക്കിന്റെ മകനായ യാക്കോബിനെ കുറിച്ച് പഠിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തില് യാക്കോബിനെ കുറിച്ച് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ 9-ാമത്തെ വാക്യത്തില് അബ്രഹാമിന്റെ ജീവിതത്തോട് ചേർത്ത് യാക്കോബിനെ കുറിച്ച് പറയുന്നു. അബ്രഹാമിന്റെ കൊച്ചുമകനായ യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നത്: വിശ്വാസത്താൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 9-ാം വാക്യം, വിശ്വാസത്താൽ ആര്? അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ നമുക്ക് കാണാം ഒരു കൂടാരവാസിയായ യാക്കോബ് തന്റെ അപ്പച്ചനോടുകൂടി, വല്യപ്പച്ചനോടുകൂടി, അപ്പനോടും വല്യപ്പനോടും കൂടെ കൂടാരത്തിൽ വസിക്കുന്ന ഒരു യാക്കോബിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് അപ്പോൾ പിതാക്കന്മാര് കാത്തിരിക്കുന്നത് എന്താണോ അതിനെ തന്നെ കാത്തിരിക്കാൻ അഭ്യസിച്ച ഒരു യാക്കോബിനെയാ നമ്മളിവിടെ കാണുന്നത്. അപ്പനും വല്യപ്പനും അതേ പ്രാർത്ഥിക്കുകയും അവരുടെ വിശ്വാസം പങ്കിടുകയും ചെയ്യുന്ന കൂടാരത്തിനകത്ത് വസിക്കുന്ന ഒരു യാക്കോബിനെ നമ്മൾ കാണുന്നു. ആ യാക്കോബിന്റെ ഹൃദയത്തിലും യാക്കോബ് ജനിച്ചപ്പം തൊട്ട് കേൾക്കുന്നത് ഇങ്ങനെയായിരിക്കും: അതെ, ദൈവം ശില്പിയായിട്ട് നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം നമുക്കുണ്ട് എന്നൊക്കെ കേട്ട് ശീലിച്ച് വളർന്നു വരുന്നു. എങ്കിലും യാക്കോബിന്റെ ജീവിതം വളരെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കൂടിയൊക്കെയാണ് പോയത്. വീണ്ടും അതിന്റെ 20-21 വാക്യത്തിൽ വീണ്ടും യാക്കോബിനെ കുറിച്ച് പറയുന്നു: വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. നോക്കണം, അപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു യാക്കോബിനെ നമുക്ക് കാണാം. 21-ാം വാക്യം, വിശ്വാസത്താൽ യാക്കോബ്. ഇവിടെയാണ് യാക്കോബിനെ എടുത്തവിടെ പറയുന്നത്. യാക്കോബിന്റെ ജീവിതത്തോട് തൊട്ട് പറയുന്ന വാക്യം ഇവിടെയാണ് കിടക്കുന്നത്. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെ അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു യാക്കോബിന്റെ ജീവിത അവസാനത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യാക്കോബിന്റെ ജീവിതം പുറകോട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അത്ര സുഗമമായ ഒരു വഴിയിൽ കൂടിയല്ല യാക്കോബ് യാത്ര ചെയ്തത്. താൻ കടന്നു പോയ ഇടുക്കത്തിന്റെ വഴി, ഞെരുക്കത്തിന്റെ വഴി, അത് തന്റെ ജഡത്തിനോട് താൻ പോരാടിക്കൊണ്ട് പോകുന്ന വഴി, ദൈവം എന്നാൽ അവനെ അവിടെ നിന്നും തള്ളിക്കളയാതെ അവനെ അവിടെ വീണ്ടും ഇരുത്തി പഠിപ്പിക്കുന്ന വഴി, എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ യാക്കോബ് തന്റെ പേരുകൊണ്ട് തന്നെ ഉബായി എന്നുള്ള ആ ഒരു ക്യാരക്ടറിന് യോഗ്യനായ ഒരു യാക്കോബ് തന്റെ കഴിഞ്ഞ കാലം വളരെ ഡിഫറന്റ് ആയിരുന്നു എങ്കിലും അതെ, അതിന്റെ അവസാന കാലം ഏറ്റവും അനുഗ്രഹമായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, അവൻ ആരാധിക്കുന്നവനായി തീർന്നു. വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുന്നു. അവൻ ആരാധിക്കുന്നവനായി തീരുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവനായിട്ട് തീരുന്നു. അപ്പോൾ യാക്കോബ് ഒരു നല്ല ഒരു പാഠശാലയിൽ കൂടി കടന്നു പോകാനിടയായി തീർന്നു. യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി തുടങ്ങി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്കറിയാം: നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി തുടങ്ങുന്നവൻ, അത് ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ അവൻ വിശ്വസ്തനാ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒരു നല്ല പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവൃത്തി തുടങ്ങിയത് കൊണ്ട് എല്ലാം അങ്ങ് മനോഹരമാണ്, എല്ലാം വളരെ കംഫർട്ടബിൾ ആണ്, എല്ലാം വളരെ സന്തോഷകരമായിട്ട് എന്നല്ല അതിന്റെ അർത്ഥം. ദൈവം ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ദൈവം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന വഴികള്
അതവിടെ അവിടെ നമുക്ക് ഏകാന്തതയുണ്ട്, ഭയമുണ്ട്, നമ്മളുടെ തന്നെ പാപ സ്വഭാവങ്ങൾ നമ്മളെ മല്ലടിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവകൃപയിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് ശുഭമായ ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. യാക്കോബിന്റെ ജീവിതത്തിൽ നിന്ന് യാക്കോബിന്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അവനൊരു ഉപായിയായിരുന്നു. അതുപോലെ തന്നെ ഏതിനും വിലപേശി വാങ്ങിക്കാൻ ഇതുപോലെ മിടുക്കനായ വേറൊരുത്തനില്ല. യാക്കോബ് പറഞ്ഞു, ഞാൻ നിനക്ക് പായസം തരാം, നിന്റെ ബർത്ത് റൈറ്റ് എനിക്ക് തരണം, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. അങ്ങനെ അതും പോരാഞ്ഞിട്ട് അമ്മ ഉപദേശിച്ചത് എങ്കിലും യാക്കോബ് അതിന് വഴങ്ങി. അച്ചാച്ചന്റെ കുപ്പായമൊക്കെ എടുത്തിട്ട് ഒരു തരത്തിൽ ആ ബോൾഡ്നെസ് ഒക്കെ ഒന്ന് ഓർത്ത് നോക്കണം, അതൊക്കെ എടുത്തിട്ട് യാതൊരു ഭയമൊന്നും ഇല്ലാതെ അപ്പന്റെ അടുത്ത് ചെന്ന് അതേ അപ്പ ഞാൻ തന്നെയാണ് എന്നൊക്കെ ഉറപ്പിച്ച് അവിടെ പോയി പറഞ്ഞ് ആ സ്വാർത്ഥത, ആ സെൽഫിഷ്നെസ് ഒക്കെ കാണാൻ കഴിയുന്നു. അതുപോലെ അൺബിലീവിങ്, അവന്റെ ദൈവം എന്നാ എനിക്കുള്ളത് തരുമെന്നും വിശ്വസിക്കുന്നില്ല. അപ്പോഴും ഇങ്ങനെയൊക്കെ ചില നാടകങ്ങളൊക്കെ കളിച്ചാണെങ്കിലും ആ ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കാനുള്ള അവന്റെ തത്രപ്പാട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു അവന്റെ അൺബിലീഫ്, അവന്റെ വിശ്വാസക്കുറവ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ ബോൾഡ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോഴത്തേന് ചേട്ടൻ കൊല്ലുമോ എന്നുള്ള ഭയമായി. പിന്നെ ഭയമാണ് യാക്കോബിന്റെ ഹൃദയത്തെ അള്ളിപ്പിടിച്ചു നിന്നിരുന്നത്. അമ്മയും പറഞ്ഞു ഇവിടുന്ന് ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെ ഓട്ടത്തിലായിരിക്കുന്ന ഒരു യാക്കോബിനെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കാൻ ഇടയായി തീർന്നത് എബ്രായർ 11:21. അവന് മക്കളെ അനുഗ്രഹിച്ചു, അവൻ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് അവൻ വിശ്വാസത്താലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരാ. എന്നാൽ എങ്ങനെ തുടങ്ങി എന്നതിനേക്കാളും പ്രധാനം എങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. അന്ന് ഞാൻ അങ്ങനെ ആയിരുന്നു, അന്ന് എനിക്ക് അഭിഷേകം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ നന്നായിട്ട് ജീവിച്ചു, എന്റെ ഇന്നലകൾ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ബോസ്റ്റ് ചെയ്തേക്കാം. പക്ഷെങ്കിൽ അത് നാളെ നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എങ്ങനെ നമ്മുടെ ഓട്ടം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് കർത്താവ് നമ്മളെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നു. അവന്റെ കൃപ നമ്മളുടെ മേൽ അതിനു വേണ്ടിയിട്ട് ചൊരിയുന്നു. തിരുവചനം പറയുന്നു, അതെ, അവസാനത്തോളം അവൻ എന്റെ ഉപനിധിയെ കാക്കുവാൻ. അവൻ ഉപനിധിയാണെന്നല്ല, അവൻ എന്റെ ഉപനിധി നമുക്ക് തന്ന ഉപനിധി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പ്രോമിസസ്, നമ്മളോട് ചെയ്ത കവനന്റ്, നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സ്നേഹം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, ഇതൊക്കെയാണ് എനിക്ക് എന്റെ അകത്ത് തന്നിരിക്കുന്ന ഡെപ്പോസിറ്റ്. ആ ഡെപ്പോസിറ്റ് അവസാനം വരെ സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യാക്കോബിന്റെ ജീവിതത്തെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഓരോരുത്തരും ഒരു യാക്കോബ. ഇത്രമാത്രം വീഴ്ചകൾ വന്നിട്ടും എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് സ്ഥാനം പിടിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിന്റെ കാരണം എന്തായിരുന്നു? അവന് ദൈവത്തോടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അവനുണ്ടായിരുന്നു. അവന് ബലഹീനനായിരുന്നെങ്കിലും അവൻ ദൈവത്തോട് സംസാരിച്ചു. അവന്റെ ഫൂളിഷ്നെസ്സിലാണെങ്കിലും അവൻ ദൈവത്തോട് സംസാരിച്ചു. ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. അതിലൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിന്റെ സോവറിനിറ്റി. നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യമാണ് ഒരുപോലെ, ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ സോവറിനിറ്റിയും നമ്മുടെ ഫ്രീ വില്ലും. ഇത് രണ്ടും ഒരുപോലെ പ്രവർത്തിക്കും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ദൈവം എല്ലാം ചെയ്തോളൂ, ഒരിക്കലും അങ്ങനെയല്ല. നമുക്കൊരു ഫ്രീ വിൽ തന്നിട്ടുണ്ട്. നമ്മൾ റോബോട്ട്സ് അല്ല ദൈവത്തിന്റെ കയ്യില്. നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധിക്കനുസരിച്ച്, കൃപയ്ക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്യാന്, അത് പ്രവർത്തിക്കുവാന് നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ സഭാപ്രസംഗിയിൽ പറയുന്നു, രാവിലെ നീ വിതയ്ക്കണം, വൈകുന്നേരവും നിന്റെ കൈ ഇളച്ചിരിക്കരുത്. അത് അധ്വാനിക്കാത്തവൻ മടിയന് അവന്റെ ജീവിതത്തിൽ എപ്പോഴും ദാരിദ്ര്യം ഒഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് ഫിസിക്കലായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾക്കൊരു മുന്നേറ്റം. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ഞാൻ വളർന്നിട്ടുണ്ടോ? ഇന്നലത്തേനേക്കാളും ഇന്ന് എന്തെങ്കിലും മെച്ചമുണ്ടോ? കഴിഞ്ഞ മാസത്തെക്കാളും ഈ മാസം എന്തെങ്കിലും മെച്ചമുണ്ടോ? അതെ, അടുത്തൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാൻ ഒരു
മെച്ചത്തിലേക്കാണോ ഞാൻ കയറുന്നത്? അപ്രകാരം ഒരു വളർച്ചയാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ജീവിതത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നു. യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം, അവൻ നാച്ചുറലായിട്ടുള്ള ഒരു പ്രാകൃത മനുഷ്യനായിരുന്നവനെ ഒരു ആത്മീയ മനുഷ്യനാക്കി ദൈവം തീർക്കാൻ വേണ്ടിയിട്ട് അവനെ ഉടച്ച് ദൈവത്തിന് വാർക്കേണ്ടതായിട്ട് വന്നു എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമുക്കറിയാം അബ്രഹാം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അബ്രഹാം വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. വിശ്വാസത്താൽ അബ്രഹാം നീതിമാനെന്ന് കണക്കിട്ടു. അപ്പോൾ വിശ്വാസം എന്നുള്ളൊരു വാക്ക് അബ്രഹാമിന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാം. ഇസഹാക്കിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഇസഹാക്ക് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? നമുക്കറിയാം അബ്രഹാം തനിക്കുള്ളതെല്ലാം തന്നെ ഓഹരിയായിട്ട് ആർക്ക്? ഇസഹാക്കിന് കൊടുത്തു. അപ്പോൾ ഇസഹാക്കിനെ സംബന്ധിച്ച് അധ്വാനിക്കാതെ, അപ്പൻ അധ്വാനിച്ചതെല്ലാം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയവനാ ഇസഹാക്ക്. പ്രവർത്തിക്കാതെ തന്നെ അബ്രഹാം ഇസഹാക്കിന് തനിക്കുള്ളതൊക്കെയും കൊടുത്തു. എന്നാൽ ഇസ്മായിലിനൊക്കെ അവർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നാ പറയുന്നത്. അവകാശങ്ങളെ ആർക്ക് കൊടുത്തു? ഇസഹാക്കിന് കൊടുത്തു. പ്രവർത്തിക്കാതെ ലഭിക്കുന്നതിന് എന്താ പറയുന്നത്? ഗ്രേസ് എന്നാ പറയുന്നത്, അല്ലേ? കൃപ എന്നാ പറയുന്നത്. അപ്പോൾ ഇസഹാക്കിന്റെ ജീവിതമായിട്ട് തൊട്ടു നിൽക്കുന്ന വാക്ക് ഏതെന്നറിയാമോ? കൃപ. അബ്രഹാമിന്റെ ജീവിതമായിട്ട് തൊട്ടു നിൽക്കുന്നു വിശ്വാസം. ഇസഹാക്കിന്റെ ജീവിതമായിട്ട് തൊട്ടു നിൽക്കുന്നു കൃപ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം നിൽക്കുവാണോ? ഒരു തുടക്കമേ ആയിട്ടുള്ളൂ. ഇനിയുള്ള എന്റെ ജീവിതത്തിന്റെ യാത്രയിൽ എന്റെ കാർണൽ നേച്ചർ, എന്റെ പാപത്തിന്റെ സ്വഭാവം, എന്റെ ജഡത്തിന്റെ സ്വഭാവവുമായിട്ടൊരു മല്ലിടിയില. എനിക്ക് എന്റെ ജഡത്തിന്റെ സ്വഭാവത്തെ ചെത്തിമാറ്റല, ചില പരിച്ഛേദനകളാണ് ദൈവം ചെയ്യുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈ ട്രാൻസ്ഫോർമേഷനിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മുടെ പെയിനും, നമ്മുടെ നീഡ്സും, നമ്മുടെ വേദനകളും, നമ്മുടെ രോഗവും, നമ്മുടെ കഷ്ടവും ഇതെല്ലാം ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഭാഗമാണ്. ഇതിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോഴേ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുക. നോക്കണം, ഈ 3 കാര്യം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഈ 3 പേരുടെ ജീവിതത്തിൽ കാണാം. വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു, കൃപയാലല്ലോ ഇസഹാക്ക്. അതിനുശേഷം യാക്കോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ കാർണാലിറ്റിയുടെ ഒരു പ്രോസസ്സിൽ കൂടെ ദൈവം കടത്തിവിടുന്നത് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഈ കൃപയും ഈ വിശ്വാസവും യാക്കോബിന്റെ ജീവിതത്തിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാണാൻ കഴിയുന്നു. ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഇനി നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലം, നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിന് ഒരു വ്യത്യാസം ആവശ്യമുണ്ട്, ഒരു വ്യതിയാനം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് റോമലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ യാക്കോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ യാക്കോബിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാക്കോബിന്റെ ജീവിതത്തിന്റെ മൂലക്കല്ലായിട്ട്, അല്ലെങ്കിൽ ഒരു ഓർമ്മയ്ക്കായിട്ട്, ജ്ഞാപകമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന 4 ഇൻസിഡന്റ് മാത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, യാക്കോബിന്റെ ബർത്ത്, യാക്കോബിന്റെ ജനനം. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ യാക്കോബിന്റെ ജനനത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 25-ന്റെ 21 തൊട്ടുള്ള വാക്യത്തില് റബേക്കയുടെ ഗർഭത്തിൽ 2 പിള്ളകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗർഭത്തിൽ വെച്ച് തന്നെ സഹോദരന്റെ കുതികാല് പിടിച്ചവൻ. അതിന്റെ അർത്ഥം യാക്കോവ് എന്ന് പറഞ്ഞാൽ കുതികാലിന് പിടിച്ചു വലിച്ചിട്ട് അവനെ നിലത്ത് താഴെ ഇട്ടിട്ട് എഴുന്നേറ്റ് അവന്റെ മുകളിൽ നിൽക്കുന്നവൻ എന്നാണ് അതിന്റെ യഥാർത്ഥ എബ്രായ പദത്തിലുള്ള അർത്ഥം. കുതികാലിന് പിടിച്ചാൽ ഒരു മനുഷ്യൻ നേരെ നിൽക്കത്തില്ല. കുതികാലിന് പിടിച്ചൊരു വലിച്ചാൽ അവൻ നിലത്ത് വീഴും. പിന്നെ നിൽക്കുന്നതാരാ? യാക്കോബ് നിൽക്കുന്നത്. എന്നതുപോലെ തന്റെ സഹോദരനായ ഏശാവിന്റെ കുതികാല് പിടിച്ച് വലിച്ചവനെ നിലത്തിട്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നവനാണ് ആര്? യാക്കോബ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, നിന്റെ പേര് ഞാൻ മാറ്റി ഇസ്രായേൽ എന്നാക്കും. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം, ദൈവത്തോടു കൂടി നേരെ നിൽക്കാൻ പ്രാപ്തനാക്കുന്നു, നീ നേരെ നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഗർഭത്തിൽ വെച്ച് തന്നെ മുന്നേ ഒന്നാമനാകാൻ വെമ്പൽ കൊണ്ടവനാണ് ആര്? ഈ യാക്കോബ്. ഗർഭത്തിൽ വെച്ച് തന്നെ ഒന്നാമനാകാൻ വെമ്പൽ കൊണ്ടതാണ്. ഈ ലോകപരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നമ്മളെ ദോഷത്തിലേക്ക് നയിക്കും. എന്നാൽ
ദൈവസന്നിധിയില് അതെ എനിക്കൊരു മുന്നേറ്റം വേണം. അതും വേറൊരാളുമായിട്ടൊരു കോമ്പറ്റീഷൻ അല്ല. അവിടെയും നമുക്ക് നമ്മുടെ തീഷ്ണത, നമ്മുടെ ജലസ്, അതാണ് മുൻപിൽ നമുക്ക് വരേണ്ടത്. അത് യാക്കോബിനുണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയോ പ്രാപിക്കണം. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനൊക്കെ മതി, ഇങ്ങനൊക്കെ എന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം കിട്ടി, എല്ലാം ഒരു പൊത്തുവരുത്തത്തിനൊക്കെ എല്ലാം പോകുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം ശരിയായി, രോഗത്തിനൊക്കെ താൽക്കാലികമായിട്ടൊരു വിടുതൽ കിട്ടി, ഒരു ജോലി കിട്ടി, ഹല്ലേലൂയ കർത്താവേ, അതുകൊണ്ട് ഇങ്ങനെ മതിയോ? നമുക്ക് ഇങ്ങനെ മതിയോ? യാക്കോബിനത് പോരായിരുന്നു. ഞാനതാ പറഞ്ഞു വരുന്നത്. യാക്കോബിനതൊന്നും പോരായിരുന്നു. യാക്കോബ് ജീവിതത്തിന്റെ അവസാനം വരെ അവൻ ഒന്നാമനാകാൻ ഓടിയവനാ. ആ ഓട്ടത്തിലൊക്കെ ദൈവം അവനെ പിടിച്ചു, ദൈവം അവനെ തൊട്ടു, ദൈവം അവനെ ട്രാൻസ്ഫോം ചെയ്തു, ദൈവം അവനെ ഉടച്ചു, ദൈവം അവനെ വാർത്തു, ദൈവം അവനെ ചെത്തി. അപ്പോൾ അവന്റെ ജനനത്തിൽ തന്നെ എനിക്ക് ഒന്നാമനാകാനുള്ള ആഗ്രഹം ആർക്ക്? യാക്കോബിനുണ്ടായിരുന്നു. പിന്നീട് യാക്കോബ് ഭയപ്പെട്ട് ഓടി, ചേട്ടനെ ഭയപ്പെട്ടിട്ട് ഓടുക, ലാബാന്റെ വീട്ടിലോട്ട്, ഹാരാനിലോട്ട് യാക്കോബ് ഓടുക. ആ ഓടുന്ന ഓട്ടത്തില് യാക്കോബ് ദൈവവുമായിട്ട് ഒരു സംസാരം ഉണ്ടായി. നോക്കണം, ഈ പിന്നെ കുസൃതരങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിലും ദൈവത്തോട് സംസാരിക്കുന്നവനായിരുന്നു യാക്കോബ്. നമുക്കതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട് ഇപ്പൊ ധാരാളം കാര്യങ്ങൾ. നമ്മൾ ഏതവസ്ഥയിൽ നമുക്ക് ദൈവത്തോട് തുറന്ന് സംസാരിക്കാം. കർത്താവ്, എനിക്കിപ്പോ ഇങ്ങനെയാ തോന്നുന്നത്, എനിക്കിപ്പോ ഇച്ചിരി കുശുമ്പ് തോന്നുന്നുണ്ട്. കർത്താവിനോടൊന്ന് പറയണം. നമ്മൾ പറയണം. ദൈവം അന്നേരം ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തെ മാറ്റുന്ന ദൈവമാണ്. എനിക്കിപ്പോ ഈ ഒരു കാര്യത്തിൽ ഒരു ഇത്തിരി പ്രയാസമുണ്ട്, എനിക്ക് ഇന്ന ആളിനോടൊരു പകയുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കർത്താവിന്റെ സന്നിധി നമ്മൾ ഒരിക്കലും ഒരു മാസ്ക് ഇട്ട് നിൽക്കേണ്ട കാര്യമില്ല. അവന്റെ മുന്നിൽ നമ്മളൊരു തുറന്ന പുസ്തകമാ. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ഒരു തുറന്ന പുസ്തകമായിട്ട് നിൽക്കുന്ന യാക്കോബിനെ നമുക്ക് കാണാം. അതിനുശേഷം ലാബാന്റെ വീട്ടിൽ പോയി അത് ഇങ്ങനെ എല്ലാവരെയും കളിപ്പിച്ച് ഉപായം അപ്പനെ കളിപ്പിച്ചു, ചേട്ടനെ കളിപ്പിച്ചു. അതിനുശേഷം പോയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് ചെന്നപ്പോഴാണ് ആദ്യം തന്റെ അമ്മാച്ചൻ തന്നെ അങ്ങ് കളിപ്പിച്ചു. അമ്മാച്ചനോട് പറഞ്ഞ് എനിക്ക് റാഹേലിനെ വേണമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ കിട്ടിയതില്ലേ കിട്ടിയത്. അങ്ങനെ ഒരു വലിയ കളിപ്പ്, ഒരു അബദ്ധം ആർക്ക് പറ്റി? യാക്കോബിന് പറ്റിയിട്ട് യാക്കോബ് മടങ്ങി വരിക. യാക്കോബ് മടങ്ങി വരുമ്പോഴ് അടുത്തതായിട്ട് ദൈവത്തെ വീണ്ടും കണ്ടുമുട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞു, ചില ഇൻസിഡന്റ് മാത്രമേ പറയുന്നുള്ളൂ. 1, യാക്കോബിന്റെ ജനനം. 2, യാക്കോബ് ലാബാന്റെ വീട്ടിലോട്ട് ഓടുന്ന സമയത്ത് ദൈവമായിട്ടൊരു കണ്ടുമുട്ടല്. യാക്കോബ് അവിടുന്ന് മടങ്ങി വരുമ്പോഴ് ഭാര്യമാരും മക്കളും പിന്നെ ദാസിമാരും. യാക്കോബിന് അപ്പോഴത്തേന് റാഹേലുണ്ട്, ലേയുണ്ട്. റാഹേലിന്റെ 2 ദാസിമാര്, ലേയുടെ 2 ദാസിമാര്. ഇതിനേക്കാളും സമ്പന്നൻ ആരാ ഉള്ളത്? 1 ഭാര്യമാര്, 2, 4, 6 ഭാര്യമാരെയും ഇവരുടെ എല്ലാം കൂടെ പിള്ളേരെയും, അതെ പിന്നെ ആടും മാടും ഭൂമിക്ക് താങ്ങാൻ വയ്യാത്തതുപോലെ മടങ്ങി വരുന്നു. ഒറ്റ കമ്പുമായിട്ട് ഇവിടുന്ന് പോയത്, ഒരു വടിയുമായിട്ട് പോയവൻ മടങ്ങി വരുന്നത് ഒരു വലിയ സൈന്യമായിട്ടാണ്. യാക്കോബിന് ഒരു പക്ഷേ ചിന്തിക്കുക, എനിക്കിതെല്ലാം ദൈവം തന്നതുകൊണ്ട് ദൈവത്തിന്റെ അപ്രൂവൽ എനിക്ക് കിട്ടി, ദൈവത്തിന് എന്നിൽ അങ്ങ് പ്രസാദമായി. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റാണ്, നമ്മുടെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകൾക്ക് ദൈവം അവന്റെ കരുണയിൽ മറുപടി തരുമ്പോഴേ, അവൻ നമ്മളെ സൗഖ്യമാക്കുമ്പോഴ്, അവൻ നമ്മൾക്ക് വിശാലത വരുത്തുമ്പോഴ്, നമ്മുടെ ശൂന്യതകളെ അവൻ മാറ്റുമ്പോഴ്, നമ്മുടെ നിലവിളിക്ക് അവൻ ഉത്തരം തരുമ്പോഴ്, നമ്മുടെ വിചാരം ഞാൻ ചെയ്യുന്നതൊക്കെ കർത്താവിനങ്ങ് ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്നതിലെല്ലാം കർത്താവ് അടിയിൽ ഒപ്പിട്ടു അപ്രൂവ്ഡ് എന്ന് പറഞ്ഞടിച്ച് സീലും അടിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ നമ്മളങ്ങ് തെറ്റിദ്ധരിക്കും. ഒരിക്കലുമല്ല. ഇങ്ങനെ വലിയ അനുഗ്രഹവുമായിട്ട് കടന്നു വരുന്ന യാക്കോബിനെയാണ് ദൈവം പിടിച്ചത്. യാബോക്കിന്റെ കരയിൽ വെച്ച്, യാബോക്കിന്റെ കടവിൽ വെച്ച്, അവിടെ വെച്ച് ദൈവം ഇവനെ പിടുത്തമിടുന്നത് കാണാൻ സാധിക്കും. ദൈവം അവനെ ശരിക്കും അവിടെ ഇട്ട് ഉടയ്ക്കുന്നത് കാണാൻ കഴിയുന്നു. പോയ പോലല്ല യാക്കോബ് മടങ്ങി വരുന്നത്, സമൃദ്ധിയോടെ വരിക. എല്ലാം ഉണ്ടെന്ന് ഓർത്തു, പക്ഷെങ്കിൽ ദൈവം പറഞ്ഞു നിനക്കൊന്നും ആയിട്ടില്ല, നിനക്കെല്ലാം ഉണ്ടെന്ന് തോന്നുന്നായിരിക്കും, പക്ഷെങ്കിൽ ഒന്നുമല്ലെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതെ ദൈവം യാക്കോബുമായിട്ട് കൂട്ടിമുട്ടുന്നു. അതാണ് 3ാമത്തെ കാര്യം. ഏറ്റവും 4ാമതായിട്ട് നമ്മളിപ്പോൾ വായിച്ച ഭാഗം, അവൻ വിശ്വാസത്താൽ അവൻ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് മറ്റുള്ളവരെ അവൻ അനുഗ്രഹിക്കുന്നവൻ, അവൻ ആരാധിക്കുന്നവൻ. ഇങ്ങനെ 4 ഘട്ടം. ജനനം, അങ്ങോട്ട് പോയ യാക്കോബ് ദൈവത്തെ കണ്ടത്, തിരിച്ചു വരുന്ന യാക്കോബ് ദൈവത്തെ കണ്ടത്, വടിയിന്മേൽ ചാരി നിൽക്കുന്ന യാക്കോബ്. യാക്കോബിന് ഇപ്പൊ ഒരു വടി വേണം നേരെ നിൽക്കണമെങ്കിൽ. യാക്കോബിന് മുടന്തായിപ്പോയി. യാക്കോബിന് നേരെ നടക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ മുടന്തുകൾ,
നമ്മൾക്കൊരു പക്ഷെങ്കിൽ ലോകം നമ്മളെ നോക്കുമ്പോൾ അവർക്ക് പലതും നമുക്ക് പറയാനുണ്ടായിരിക്കും. പക്ഷെങ്കിൽ യാക്കോബിനോട് ചോദിച്ച്, യാക്കോബേ, നിന്നെ ദൈവം അനുഗ്രഹിച്ച് നിനക്ക് എന്താ പറയാനുള്ള ഒരു 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 സൈൻ ഒന്ന് കാണിച്ചു തരാമോ? യാക്കോബ് ചൂണ്ടിക്കാണിക്കും, എന്റെ വാക്കിംഗ് സ്റ്റിക്ക് അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ചാരുന്ന വടി അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഊന്നി നിൽക്കുന്ന വടി അവിടെ നിൽപ്പുണ്ട്. അതാ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ അടയാളം. ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ അടയാളം അതാ. ഞാൻ വടിയിന്മേൽ ചാരി നിന്നാലും വേണ്ടില്ല, എന്റെ അകത്ത് ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി ഉണ്ടല്ലോ, അതാ എന്റെ അനുഗ്രഹം. അങ്ങനെ യാക്കോബ് ജനനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കടന്നു വരാൻ യാക്കോബ് പോവുക, ലാബാന്റെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ നമുക്കിതൊന്ന് യാക്കോബിന്റെ വളർച്ച എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണം. നമുക്ക് അങ്ങോട്ട് പോകുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിലാണ്, ദ ഫസ്റ്റ് എൻകൗണ്ടർ. അവിടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് 28-ാമത്തെ അധ്യായത്തില് 10-ാം വാക്യത്തില് യാക്കോബ് ബർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ അവൻ രാപാർത്തു. സൂര്യൻ അസ്തമിക്കൊണ്ട് അവൻ രാപാർത്തു എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ യാക്കോബ് പോയ സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ നിങ്ങളെ അതിന്റെ യാക്കോബ് പോയതൊന്ന് കാണിക്കാം. അത് നല്ലത്, അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മറക്കത്തില്ല ഒരിക്കലും ഈ യാക്കോബ് ഓടിയ ഓട്ടേ. യാക്കോബ് ഇവിടെ ഹാരാൻ ഇവിടെയാ, യാക്കോബ് ഇവിടുന്നാ പോകുന്നത്. പെനിയേൽ ഇവിടെയാ. പെനിയേലിൽ വെച്ച് ദൈവത്തെ തിരിച്ചു വരുമ്പോ കാണുക, ബർശേബയിൽ നിന്ന് നമ്മളിപ്പോ വായിച്ച് 28-ന്റെ 10-ാം വാക്യം, അവൻ ബർശേബയിൽ നിന്ന്, എന്റെ കേസർ കാണാമല്ലോ അല്ലേ, ബർശേബയിൽ നിന്ന് അവന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. ഇതാ ഇവിടുന്ന് പുറപ്പെട്ട് പുള്ളി പോയ പോക്ക് കണ്ടോ, ഇവിടെ പോയി. ഇവിടെ ഏകദേശം 20-21 വർഷം ലാബാന്റെ കൂടെ താമസിച്ചിട്ട് മടങ്ങി വരിക വലിയ സൈന്യവുമായിട്ട്. പെനിയേലി വന്ന് ഇവിടെ വന്ന് യാബോക്ക് കണ്ടോ, യാബോക്ക് കടവ്, അവിടെ വന്നാണ് ദൈവവുമായിട്ട് മല്ലിടുന്നത്. അങ്ങനെ കണ്ട യാക്കോബിന്റെ മടങ്ങി വരവിനെ കുറിച്ചാ നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും യാക്കോബ് പോയ വഴി, തിരിച്ചു വന്ന വഴി. ഈ പോയ വഴിയിലെ അവൻ ജനിച്ച സമയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പോയ വഴിയിൽ ദൈവത്തെ കണ്ട കാര്യം നമ്മളിപ്പോൾ പറയാനായിട്ട് പോവുകയാണ്. ബഥേല്, അവൻ ബഥേലിൽ വെച്ച് ഇവിടെ വെച്ച് അവൻ ദൈവത്തെ കണ്ടു, ദൈവത്തോട് അവൻ സംസാരിക്കുക ചെയ്യുന്നത്. പിന്നെ മടങ്ങി വരുന്നതാണ് നമുക്ക് പിന്നെ വീണ്ടും പെനിയേലിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് യാക്കോബിന്റെ യാത്ര. 28-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം യാക്കോബ് 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബിന്റെ യാത്രയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ യാക്കോബ് പോകുന്ന സമയത്ത് എന്താണ് അവിടെ നടന്നത്, യാക്കോബിന്റെ ദൈവവുമായിട്ടുള്ള സംസാരം എങ്ങനെയായിരുന്നു, ആ പ്രാർത്ഥനയുടെ ആഴമൊക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അല്പസമയം. 28-ാമത്തെ അധ്യായത്തിന്റെ 10 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിലാണല്ലോ ആ യാത്രയെ കുറിച്ച് പറയുന്നത്. ആ യാത്രയെ കുറിച്ച് പറയുമ്പോൾ 13 തൊട്ട് 15-ാമത്തെ വാക്യം വരെ, 28-ന്റെ 13 തൊട്ട് 15-ാമത്തെ വാക്യം വരെ ദൈവം യാക്കോബിനോട് സംസാരിക്കുക. യാക്കോബ് അവിടെ ഒരു ദർശനം കാണുക, ഒരു ഏണി, സ്വർഗത്തോളം എത്തുന്ന ഒരു ഏണി, ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നൊക്കെ യാക്കോബ് കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ദൈവത്തിന്റെ ശബ്ദം കാണാൻ സാധിക്കുന്നു. 28-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് അതിന്റെ മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ദൈവം സംസാരിക്കുക. എന്താ ദൈവം പറയുന്നത്? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. പോകുന്ന യാക്കോബിനോട് പറയാം, ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. നോക്കണം, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം, ദൈവം യാക്കോബിനോട് സംസാരിക്കുന്ന നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്.
അത് വായിക്കുമ്പോൾ ദൈവം പറയുന്നത്, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാ. അത് ദൈവം ഓർപ്പിക്കുക, ഐ ആം എ കവനന്റഡ് ഗോഡ്. ഞാൻ നിന്നോട് എനിക്കൊരു ഉടമ്പടിയുള്ള ദൈവമാ. ഞാൻ ഉടമ്പടിയിൽ നിന്നൊന്നും മാറത്തില്ല. ഈ ദൈവത്തിന്റെ ഈ പ്രോമിസിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഇഫ് എന്നൊരു വാക്കില്ല. നീ ഇത് ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നീ ഇങ്ങനെ നടന്നാൽ ഞാൻ നിന്നെ മടക്കി വരുത്താം, നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ നീ ഇതൊക്കെ അനുസരിച്ചാൽ, അങ്ങനൊരു കാര്യം, അങ്ങനൊരു ക്ലോസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. 13-ാമത്തെ വാക്യം തൊട്ട് 15-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചാല് ഇഫ് എന്നൊരു വാക്ക്, എങ്കിൽ എന്നൊരു വാക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒരു കണ്ടീഷനും ഇല്ലാതെ ദൈവം യാക്കോബിനോട് പറയുക, ഞാൻ നിന്നെ അങ്ങ് ഇന്റർനാഷണലി അങ്ങ് അനുഗ്രഹിക്കാൻ പോവുക. നീ ഭൂമിയിലെ സകല വംശങ്ങളും നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും, നിനക്ക് തന്നല്ല നിന്റെ സന്തതിക്കും ഞാൻ അനുഗ്രഹം തരുവാണ് എന്ന് പറഞ്ഞ് ദൈവം അവിടെ ആ വാഗ്ദത്തത്തെ, അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് ചെയ്ത വാഗ്ദത്തെ യാക്കോബിനും കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കണ്ടീഷനും ഇല്ലാതെ കണ്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അതിന്റെ മറുപടി, യാക്കോബിന്റെ മറുപടി ഒന്ന് കേട്ടോണേ. 28-ാമത്തെ അധ്യായത്തിന്റെ 20-ഉം 22-ാമത്തെ വാക്യത്തില് യാക്കോബ് അതിന് റെസ്പോണ്ട് ചെയ്യുക. ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളും നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല, ഞാൻ നിന്റെ കൂടെ നടക്കും, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ പിന്നാലെ വരും. നീ കിടക്കുന്ന ഈ ഭൂമിയെ, നീ ഇപ്പൊ നിൽക്കുന്ന ഭൂമിയുണ്ടല്ലോ, അത് നിനക്കും നിന്റെ സന്തതിക്കും. വിവാഹം പോലും കഴിച്ചിട്ടില്ല, റേച്ചിലും ഒന്നും കൂടെ വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിക്ക് ഇതെല്ലാം തരും, ഭൂമിയിലെ പൊടി പോലെ നീ ആകും, 4 ദിക്കിലോട്ട് നീ പരക്കും. ഇതിലും വലിയൊരു വാഗ്ദത്തം എന്താ യാക്കോബിന് ലഭിക്കാനായിട്ടുള്ളത്? ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരൊറ്റ ഉറപ്പ് മതി നമുക്ക്. ബാക്കി കാര്യങ്ങളെല്ലാം തമ്പുരാൻ ചെയ്തോളും. എന്നാൽ യാക്കോബ് അതിന് പറയുന്ന മറുപടി, യാക്കോബിന്റെ ഇടുങ്ങിയ മനോഭാവം, യാക്കോബിന്റെ ആ ഒരു കാർണാലിറ്റി, യാക്കോബിന്റെ ആ ഒരു ജഡിക സ്വഭാവം, യാക്കോബിന്റെ ആ ഒരു സ്വാർത്ഥ മനോഭാവം നമുക്ക് യാക്കോബിന്റെ റെസ്പോൺസ് കാണാൻ കഴിയും. 20-22 വാക്യത്തില് യാക്കോബ് എന്ത് ചെയ്യുന്നു? യാക്കോബ് അവിടെ ഒരു ദൈവത്തോടൊരു ഉടമ്പടി എടുക്കുക. അതിന്റെ 20 തൊട്ടുള്ള വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരം ധരിപ്പാൻ വസ്ത്രം എനിക്ക് തരികയും എന്നെ കണ്ടീഷൻസ് വെക്കുക, എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ, if God will be with me, if God do these things. നോക്കണം, ഒരു ലിസ്റ്റ് അവിടെ കൊടുക്കുക. if എന്ന് പറഞ്ഞിട്ട് ദൈവം ഒരു ഇഫും പറഞ്ഞിട്ടല്ല യാക്കോബിനെ അനുഗ്രഹിച്ചത്. പക്ഷെങ്കിൽ യാക്കോബിന്റെ അങ്ങോട്ടുള്ള റെസ്പോൺസ് ഇങ്ങനെയാ. 21-ാം വാക്യം, എന്റെ അപ്പന്റെ വീട്ടിലേക്ക് എന്നെ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ, അങ്ങനെ ഇതെല്ലാം നീ ചെയ്യാമെങ്കിൽ മാത്രം ഞാൻ വിശ്വസിക്കും യഹോവ എനിക്ക് ദൈവമായിരിക്കും. ചെയ്തില്ലെങ്കിലോ? ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാ. 22-ാം വാക്യത്തില്, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. ഇതെല്ലാം ചെയ്താല് ഞാൻ നിനക്ക് ആലയം പണിയും, ഇതെല്ലാം ചെയ്താല് ഞാൻ നിനക്കൊരു മെമ്മോറിയൽ പണിയും, ഇതെല്ലാം ചെയ്താല് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, ഞാൻ നിന്റെ വേല ചെയ്യും. ഈ ആലയം പണിയുടെ കാര്യം, ഓരോ കല്ല് എടുത്തു വെക്കുന്ന കാര്യം ഞാൻ, പക്ഷെ ഇതെല്ലാം ചെയ്യണം എനിക്ക്. നമ്മളിങ്ങനെ കണ്ടീഷൻസ് വെച്ചിട്ട് ദൈവസന്നിധി പോകുന്നവരാണോ? ഒന്ന് ചിന്തിക്കണം. ദൈവം കണ്ടീഷൻ വെച്ചല്ല നമ്മളെ അനുഗ്രഹിച്ചത്. തന്നിൽ വിശ്വസിക്കുന്ന, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുക്കുക. എന്നിട്ട് യാക്കോബ് പറയും, നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന്. പൈസ കൊടുക്കാന്ന്, പണം കൊടുത്തിട്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു യാക്കോബ്. നമ്മളൊക്കെ ഈ ഷൂവിലൊന്ന് വെച്ച് നോക്കണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെയാണോ? നമ്മളൊരു പക്ഷെ തുറന്നു പറയത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? ദൈവവുമായിട്ടുള്ള നമ്മുടെ ഡീലിംഗ് എങ്ങനെയാ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ജഡത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബിനെ, ആത്മാവിന്റെ യാതൊരു സാന്നിധ്യമില്ലാതെ ദൈവത്തെ അകമഴിഞ്ഞ് എന്തു തന്നെയായിരുന്നാലും, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന്, നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കുമെന്ന്, എന്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി തരുവാണെന്നും, എന്റെ കഴുത്ത് പോയാലും ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാമെന്നും ഒരു ശബ്ദമില്ലാത്ത യാക്കോബിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. വില പേശുന്ന ഒരു യാക്കോബ്, ബാർഗെയിൻ ചെയ്ത് ഡീൽ ഉറപ്പിക്കുന്ന ഒരു യാക്കോബിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. ദൈവം എന്നിട്ടും യാക്കോബിനെ വിട്ടുകളഞ്ഞില്ല. അവൻ മടങ്ങി വരിക. ഇനി അവന്റെ മടക്കയാത്ര നമുക്ക് അവന്റെ കൂടെ ഒന്ന് സഞ്ചരിക്കാൻ പോയല്ലോ നമ്മൾ അങ്ങോട്ട്.
ഇനി 32-ാമത്തെ അധ്യായത്തിൽ അവൻ മടങ്ങി വരിക. യാക്കോബ് മടങ്ങി വരിക. 32-22 മുതലുള്ള വാക്യത്തില് ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും യാബോക്ക് കൂട്ടി അവൻ യാബോക്ക് കടവ് കടന്നു. വലിയ ഭയത്തോടാ വരുന്നത്. 21 വർഷം പിന്നെ അബ്ബാച്ചന്റെ കൂടെ താമസിച്ചെങ്കിലും ഉള്ളിലെ പേടി മാറിയില്ല. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചതിച്ചിട്ട് ഇറങ്ങിപ്പോന്നല്ലേ, വഞ്ചിച്ചിട്ട് ഇറങ്ങിപ്പോന്നല്ലേ. ഒരു പാവം നമ്മൾ ഡീല് ചെയ്യാതെ ഇരുന്നാലുണ്ടല്ലോ, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളത് വേട്ടയാടും, നമ്മളത് ടോർമെന്റ് ചെയ്യും. നമ്മളത് മടങ്ങിച്ചെന്ന് നമ്മളതിനെ ഡീല് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നിരക്കുന്നില്ലെങ്കിൽ, ഒരു വ്യക്തിയോട് നമ്മൾ ഒരു കോപം വെച്ച് ഒരു വൈരാഗ്യം വെച്ച് നമ്മൾ ഇരിക്കുക, വെറുതെ ഞാൻ വലിയ സമാധാനത്തിലാന്നൊക്കെ നമുക്ക് എല്ലാവരോടൊക്കെ പറയാം. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവപൈതലാണെങ്കിൽ, അവന്റെ ഹൃദയത്തെ എപ്പോഴും അത് ടോർമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തായി കുഞ്ഞെ, നിന്റെ ഈ വിഷയം എന്തായി? അവരോടുള്ള നിന്റെ ഉള്ളിലെ പക എന്തായി? നീ അതിനെ എന്താ ചെയ്യുന്നത്? ഇവിടെ യാക്കോബിനെ കാണാൻ കഴിയുന്നു. 21 വർഷം കഴിഞ്ഞിട്ടും യാക്കോബിന് ഭയം മാറിയില്ല. ഇവരെല്ലാവരെയും കൊണ്ട് വരുമ്പോഴ് യാക്കോബ് എന്തോ ചെയ്യുന്നത്? പേടിച്ചിട്ട്, ചുരുക്കമായിട്ട് 32-ാമത്തെ അധ്യായം ഞാൻ പറയാം, ഭയന്നിട്ട് ഏശാവ് വന്ന് കൊല്ലും എന്നാണ് യാക്കോബിന്റെ ഉള്ളിലെ ഭയം. കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഗണമായിട്ട് പല ഭാഗമായിട്ട് നിർത്തി. അഥവാ ഒരു ഭാഗത്തിന് എന്തെങ്കിലും പരിക്ക് വന്നാലും മറ്റവര് രക്ഷപ്പെട്ടു നിൽക്കുമല്ലോ. റാഹേലിനെ മക്കളെ ഏറ്റവും പുറകിൽ നിർത്തി. കാര്യം അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് റാഹേലിനെയാ. ബാക്കിയുള്ളവരെ, ദാസിമാരെയും മക്കളെയൊക്കെ മുൻപിലൊക്കെ നിർത്തി, കുറെ കാളയും കഴുതെല്ലാം സൈഡിലൊക്കെ നിർത്തി. അങ്ങനെ നിർത്തിപ്പോകുന്ന ഒരു യാക്കോബിനെ നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് കാണാം, അത് ഏശാവ് വരുന്നുണ്ട്, ദൂതനെ അയച്ചു, നീ ഒന്ന് പോയി നോക്ക്, ചേട്ടച്ചാരി ഒന്ന് പോയി നോക്ക്, അവന്റെ മൂഡ് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാനായിട്ട്. 32-ാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ആ ദൂതൻ വന്നിട്ട് പറയുകയാണ് യാക്കോബിനോട്, നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി ഞങ്ങൾ വരിക, അവൻ 400 ആളുകളുമായിട്ടാണ് നിന്നെ എതിരേൽപ്പാൻ വരുന്നത്. അയ്യോ, യാക്കോബിന്റെ മുട്ടടിക്കാൻ വേറൊന്നും വേണ്ട, 400 പേരെയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. 7-ാം വാക്യം, അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, ഭയപരവശനായി തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെ എല്ലാം 2 കൂട്ടമായിട്ട് വിഭാഗിച്ച് എല്ലാരെയും ഇങ്ങനെ ഒരു സേഫായിട്ട് നിർത്താനായിട്ട് യാക്കോബ് ശ്രമിക്കുക. എവിടെ സേഫ് ആകാനാ? 400 പേര് വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ, ഈ കൊച്ചു കുട്ടികളും സ്ത്രീകളെയും ബലഹീനരായവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെവിടെ നിൽക്കാനാ? യാക്കോബ് ഏറെ ഭയപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ യാക്കോബ് യാബോക്ക് കടവിൽ വരുന്നത്. ഏറെ ഭയപ്പെട്ടപ്പോൾ യാക്കോബ് എന്തു ചെയ്തു? യാക്കോബിന് മനസ്സിലായി, ചേട്ടനുമായിട്ട് നിരന്നേ പറ്റത്തുള്ളൂ, സഹോദരനുമായിട്ട് നിരന്നെങ്കിലേ പറ്റത്തുള്ളൂ. മറ്റൊരു കാര്യം നമുക്കറിയാം, യാക്കോബിന്റെ ഈ റൂട്ടില് യാക്കോബ് ഏശാവ് ഉണ്ടായിരുന്ന സ്ഥലത്തുകൂടി യാക്കോബ് കടന്നു വരാനിടയായി തീർന്നു. അപ്പോൾ യാക്കോബിന്റെ മനസ്സിലുണ്ട്, ഇവനുമായിട്ടൊന്ന് റെക്കൺസൈൽ ചെയ്യണമെന്ന്. ദൈവമായിട്ട് അവനെ കൂട്ടിമുട്ടിച്ചു. അതിനുശേഷം 13-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞ് 14 ഏശാവിന് സമ്മാനങ്ങൾ അവൻ ഒരുക്കി. ഇത്രയും നാൾ പിടിച്ചു പറിച്ചവന് ഇപ്പം കൊടുക്കാൻ പഠിച്ചു. ജീവിതത്തിൽ വന്ന രൂപാന്തരം നോക്കിക്കോണേ. പേടിച്ചോടി, ഇവന്റെ മുഖമേ കാണണ്ട. നമുക്ക് ചിലരോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യും അവരെ, ഇല്ലേ? റെക്കൺസൈൽ ചെയ്യാൻ എന്റെ ഈഗോ സമ്മതിക്കാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് അവോയ്ഡ് ചെയ്യും അവരെ. അവോയ്ഡ് ചെയ്തിട്ട് നമ്മളതിനെ അങ്ങ് പൊതിഞ്ഞ് മാറ്റി അങ്ങ് വെക്കും. അതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടില്ല. പക്ഷെങ്കില് അതിനെ ഡീൽ ചെയ്യാൻ യാക്കോബ് തയ്യാറായി. അത് വന്ന് എനിക്ക് ആ സഹോദരനുമായിട്ടുള്ള വിടവ് നികത്താൻ. അതുപോലെ ഇത്രയും നാള് പറ്റിച്ച് വാങ്ങിച്ച യാക്കോബ് കൊടുക്കാൻ പഠിച്ചപ്പോഴ് 14-ാമത്തെ വാക്യത്തിൽ 32:14 പറയുന്നു, ഏശാവിന് സമ്മാനമായിട്ട് എന്തും വേണ്ടിയാന്നറിയാമോ? താഴ്ത്തു വെച്ച വലിയൊരു ലിസ്റ്റാണ്. 200 കോലാട്, 20 കോലാട് കൊറ്റൻ, 200 ചെമ്മരിയാട്, 20 ചെമ്മരിയാട് കൊറ്റൻ, കറവയുള്ള 30 ഒട്ടകം, അവയുടെ കുട്ടികൾ, 40 പശു, 10 കാള, 20 പെൺകഴുത, 10 കഴുതക്കുട്ടി. ഞാൻ എത്രയെന്ന് വായിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പഠിച്ച ഒരു യാക്കോബിന് ഇത്ര നാളും കൈ ചുരുണ്ടായിരുന്നത്, ഇപ്പൊ യാക്കോബിന്റെ കൈ രണ്ടും തുറന്നായിരിക്കുന്നത്. കൊടുക്കാൻ പഠിച്ചൊരു യാക്കോബ്. അതെ, തനിക്കും തൻ ശത്രുവെന്ന് ചിന്തിച്ചവനെ നേരിടാൻ തയ്യാറായ ഒരു യാക്കോബ്. അപ്പോഴും ഉള്ളി ഭയമുണ്ട്. പക്ഷെ യാക്കോബ് ഒന്ന് തീരുമാനിച്ചു, എന്റെ ഭയത്തെ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ആ മേശപ്പുറത്തൊന്ന് വെക്കാൻ പോവാ. ആ മേശപ്പുറത്ത് ഞാനൊന്ന് തുറന്ന് വെക്കാൻ പോവാ. ദൈവമേ, ഇതാ ഞാന്
ഇത്രയും നാൾ ഞാൻ ഈ ഭയത്തെയൊക്കെ മൂടി ഞാൻ ആരോ ആണെന്നൊക്കെ പറഞ്ഞു നടന്നു, പക്ഷെ ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കാൻ യാക്കോബിന് ദൈവം ഒരവസരം കൂടി കൊടുത്തത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അവൻ യാബോക്ക് കടവില്ല. യാബോക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഹി വിൽ എംപ്റ്റി, ഹി ഈസ് പോറിങ് ഔട്ട്. അവൻ അവനെ തന്നെ ഒഴിഞ്ഞു വെക്കുക, അവൻ അവനെ തന്നെ ഒഴിച്ച് പാനീയാഗമായിട്ട് പുറത്തു കളയുക. ഇനി അവന്റെ ഉള്ളിൽ ഒന്നുമില്ല പിടിച്ചു വെക്കാൻ. അവൻ അഭിമാനമോ ഈഗോയോ ഞാൻ ആരാണെന്നോ ഒന്നും യാക്കോബിന് പറയാനായിട്ടില്ല. അവനെ തന്നെ എംപ്റ്റി ചെയ്യുന്ന ഒരവസരം നമുക്ക് കാണാൻ കഴിയുന്നു. കണ്ടില്ല, എവിടെ ഒരു ചില സംഭവങ്ങളുടെ തുടർച്ചയാ കാണുന്നത്. ശത്രുവിനെ ഏറ്റുമുട്ടുന്നു, കൊടുക്കാൻ ഇതുവരെ കഴിയാത്തവൻ കൊടുക്കാൻ പഠിക്കുന്നു, അവൻ തന്നെ അവനെ ഒഴിക്കാനായിട്ട് അവൻ പഠിക്കുന്നു. ഇനി ഒന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് സുല്ലിടാനായിട്ട് അവൻ പഠിക്കുന്നു. അതിനുശേഷം നമുക്കവിടെ കാണാൻ കഴിയുന്നു, അബ്രഹാം ദൈവത്തെ കണ്ടപ്പോൾ ആരാധിച്ചു എന്ന് നമ്മൾ ഇതിന്റെ മുമ്പുള്ള വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അവൻ പരിച്ഛേദന ഏറ്റിരുന്നു. 3 ദൂതന്മാർ വന്ന് കൂടാരവാതിൽക്കൽ നിന്നു. അബ്രഹാം നിലത്തോളം വീണിട്ട് സാഷ്ടാംഗം വീണു ദൈവത്തെ കണ്ടപ്പോൾ. അബ്രഹാം ദൈവത്തെ കണ്ടപ്പോൾ നിലമ്പാട് വീണ് ആരാധിച്ചു. എന്നാൽ യാക്കോബ് ദൈവത്തെ കണ്ടപ്പോൾ ദൈവത്തോട് മല്ലിടുകയാണ് ചെയ്യുന്നത്. നോക്കണം, രണ്ടുപേരുടെ സ്വഭാവം കണ്ടില്ലേ? രണ്ടുപേരുടെ സ്വഭാവം എന്തുകൊണ്ടാണ് ദൈവത്തോട് മല്ലിടേണ്ടതായിട്ട് വന്നത്? അവന്റെ കാർണൽ നേച്ചർ, അവന്റെ ജഡസ്വഭാവം പുറത്തു കളയാനായിട്ട് ഒരു മല്ലിടിയിൽ അവിടെ ആവശ്യമുണ്ട്. ഒരു മല്ലിടിയിൽ അവിടെ ആവശ്യമുണ്ട്. വാസ്തവത്തിൽ യാക്കോബിന്റെ ഉള്ളിൽ എന്താ? ലാവാൻ ഒന്നി പുറകാലെ വരുന്നുണ്ടായിരിക്കും, അവനെ പേടിയുണ്ട്. മുമ്പിൽ കൂടെ ഏശാവ് വരുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയാ പാവം യാക്കോബിന്റെ അവസ്ഥ. പുറകിൽ കൂടെ ലാബാനെ യാത്ര പറഞ്ഞ് ടാറ്റ പറഞ്ഞ് സെന്റ് ഓഫ് പറഞ്ഞൊന്നും അല്ല യാക്കോബിനെ അയച്ചിരിക്കുന്നത്. യാക്കോബ് അവിടുന്ന് കിട്ടിയതും എല്ലാം എടുത്തോണ്ട് യാക്കോബ് എല്ലാം കൂടെ പോന്നതാ. പക്ഷെ ഇടയ്ക്ക് വരുമ്പോ ലാബാൻ പിടിക്കും. ലാബാനെ പേടിയുണ്ട്, മുൻപിൽ കൂടി വരുന്ന ഏശാവിനെ ഭയമുണ്ട്. താൻ തനിച്ചേ ഉള്ളു, ഒന്ന് സങ്കടം പങ്കുവെക്കാൻ കൂടെ ഭാര്യമാരൊന്നുമില്ല. കാര്യം അവരെ എല്ലാം കടവ് കടത്തി അപ്പുറത്ത് വിട്ടു. ഒന്ന് ഓർത്തു നോക്കിയേ യാക്കോബിന്റെ ആ ഒരു അവസ്ഥ. യാക്കോബിന്റെ ശരിക്കുമുള്ള എനിമി ആരാ? ഇപ്പൊ ആരാണ് അവന്റെ ശരിക്കുമുള്ള എനിമി ആരാണെന്ന് ചോദിച്ചാൽ അവന്റെ സ്വന്തം സ്വഭാവമാണ്. അവന്റെ ഉള്ളിലെ ഭയമാണ് അവന്റെ എനിമി. അവന്റെ ഉള്ളിലെ അവന്റെ ഉപായത്തിന്റെ സ്വഭാവമാണ് അവന്റെ എനിമി. അവന്റെ സെൽഫിഷ് നേച്ചറാണ് അവന്റെ എനിമി. അവന്റെ കണ്ണിങ് നേച്ചറാണ് അവന്റെ എനിമി. പലപ്പോഴും നമ്മുടെ ശത്രു പുറത്തല്ല, നമ്മുടെ ശത്രു നമ്മുടെ അകത്തായിരിക്കുന്നത്. യാക്കോബിന്റെ അകത്തിരിക്കുക അവന്റെ ശത്രു, അവനേക്കാളും വലിയ ശത്രു അകത്തിരിക്കുക. ഇത് ഡീൽ ചെയ്യാതുകൊണ്ട് ഒരിക്കലും അപ്പന്റെ വീട്ടിൽ മടങ്ങിപ്പോകാനൊക്കത്തില്ല. കനാൻ നാട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇവിടെ വെച്ച് ഡീൽ ചെയ്യണം. വാഗ്ദത്ത ഭൂമിയിൽ കയറാൻ നമ്മളെല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. യാബോക്കിന്റെ കടവിന്റെ അവിടെ വരുമ്പോൾ ദൈവമായിട്ടൊരു മല്ലിടിയില്ല. ഇതിനെല്ലാം നമ്മൾ ഈ കടവിൽ തന്നെ ഒഴിച്ചു കളഞ്ഞിട്ട് വേണം നമ്മൾ അപ്പുറത്തോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ യാക്കോബ് മല്ലിടുക ചെയ്യുന്നത്. യാക്കോബ് എന്നിട്ട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എന്റെ ഈ ബലമെല്ലാം ഞാൻ ഇവിടെ തന്നെ അങ്ങ് വെക്കുക. പക്ഷെങ്കിൽ അനുഗ്രഹിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. നിന്റെ പേരെന്താ? നീ ആരാണെന്ന് ആദ്യം നീ തന്നെ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ തയ്യാറുള്ളൂ എന്നാണ് അവിടെ ദൈവം പറയുന്നത്. ഞാൻ ആരാണ് എന്ന് പറയാൻ യാക്കോബ് തയ്യാറായി. യാക്കോബ് അങ്ങോട്ട് ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന്. അപ്പൊ ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു, നീ എന്തിനാ എന്റെ പേര് ചോദിക്കുന്നത്? നിന്റെ പേരെന്താണ് എന്നാണ് ആദ്യം ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ യാക്കോബാണ് എന്ന് പറഞ്ഞു. അവന്റെ പേര് മാറ്റി. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് 28-ാം വാക്യം 32:28 ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന പേര് വിളിക്കും. ദൈവം പേരിട്ട ഒരുത്തൻ ഇന്നും ആ പേര് ലോകത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നും ആ പേരിന്റെ ചുറ്റിനുമായി എല്ലാവരുടെയും ശ്രദ്ധ. ഇന്നും ആ പേരിന്റെ ചുറ്റിന് ശത്രു നിൽക്കുകയാ. ഇന്നും ആ പേരുള്ളവനെ ഉടച്ചു വാർക്കലിൽ കൂടെ കടന്നു പോകുകയാ. ഇസ്രായേൽ, ദൈവം പേരിട്ടവൻ, പ്രിൻസ് വിത്ത് ഗോഡ്, ദൈവത്തിന്റെ പ്രഭുവായിരിക്കുന്നവന്, ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്നവന്. യെശൂരിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. യെശൂർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നുള്ളതിന്റെ മറ്റൊരു പദമാണ്. ആ ദൈവം പേരെടുത്തു, ഞാൻ ഇസ്രായേലിന്റെ ദൈവമാണെന്ന്. നോക്കണം, ഇത്രയെല്ലാം പാപസ്വഭാവമുള്ളവന്റെ പേര് മാറ്റി ആ പേരിന്റെ കൂടെ ദൈവം തന്റെ പേര് ഒട്ടിച്ചു വെക്കാൻ തക്കവണ്ണം ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ യാക്കോബിന്റെ മടങ്ങി വരവില് കണ്ടു, ഈ ട്രയംഫ് വിത്ത് ഗോഡ്, ദൈവത്തോടു കൂടി ജയിച്ചു വന്നവൻ,
ദൈവത്തോടുകൂടി മല്ലുകെട്ടി വന്നവൻ ഈസ് കണ്ടന്റഡ്, ഗോഡ് കണ്ടന്റഡ്. ഇനി ദൈവം മതി എനിക്ക് തൃപ്തനായി, ഞാൻ തൃപ്തിയായി ദൈവത്തോടുള്ള ഈ മല്ലുപിടുത്തത്തിൽ, എനിക്കിനി വേറെ ഒന്നും വേണ്ട എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്താ നമ്മുടെ റിയൽ ബ്ലെസ്സിങ്? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, യാക്കോബിനോട് നീ ചോദിക്കാം, യാക്കോബേ എന്താ നിനക്കുള്ള റിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ് എന്താ? അവന്റെ തുടയുടെ തടം തൊട്ടു, അത് ഉളുക്കി, അതിൽ പിന്നെ നേരെ നടന്നിട്ടില്ല. അവന് നേരെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ നടപ്പ് മാറ്റി, അവന്റെ സ്വഭാവം മാറ്റി, അവന്റെ ഭാഷ മാറ്റി, അവന്റെ നോട്ടം മാറ്റി, അവന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റി. അവനിനി ഒരു വടിയില്ലാതെ നടക്കാനൊക്കത്തില്ല. ഓരോ പ്രാവശ്യം വടിയിൽ ഊന്നുമ്പോഴേ അവനറിയാം, ദൈവം എന്നെ തൊട്ടതാ, ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തിയതാ, ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടതാ, അവൻ വാസ്തവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നെന്ന് കാണാൻ ഭാഗ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഈ വടിയും ഈ മുടന്തൊന്നും ഒരു സാരമില്ല, ഞാൻ എന്റെ ദൈവത്തെ കണ്ടു. വാട്ട് ഈസ് ദ റിയൽ ബ്ലെസ്സിങ്? എന്താ നമ്മുടെ ജീവിതത്തിലെ ശരിയായിട്ടുള്ള ബ്ലെസ്സിങ്? യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, ഇതാ അവിടെ ഞാൻ ചാരി വെച്ചിരിക്കുന്ന വാക്കിംഗ് സ്റ്റിക്ക്, ഇതാ ഞാൻ എന്റെ മുടന്തി നടപ്പ്, ഇതാ എന്റെ റിയൽ ബ്ലെസ്സിങ്. ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു മുടന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഫിസിക്കലി ഉള്ളത് മാത്രമല്ല പറയുന്നത് ഇവിടെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമുക്ക് കുറവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചിലതൊക്കെ ഛേദം വന്നുപോയി, ചിലതൊക്കെ കരിഞ്ഞുപോയി, ചിലതൊക്കെ മരണപ്പെട്ടു പോയി, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തില് നമുക്ക് വേദനയായിട്ട് മാറി, നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു വേദനയായിട്ട് കിടക്കുന്ന ചിലത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മുടന്താ. പക്ഷെ മറന്നു പോകണ്ട, അതൊരു അനുഗ്രഹമാക്കി ദൈവം തീർക്കുന്നു, അതൊരു അനുഗ്രഹമാക്കി തീർക്കുന്നു. അവന്റെ പേര് ഇന്നും ലോകത്തിൽ മുഴങ്ങുന്നു. അങ്ങനെയുള്ളവന്റെ പേര് സ്വർഗത്തില് മുഴങ്ങിക്കൊണ്ടിരിക്കും. പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ അറിയാം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ഏറെ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാ. നമ്മൾ എപ്പോഴാ ശക്തരായിട്ടിരിക്കുന്നത് അറിയാമോ? ഞാൻ എന്റെ മനസ്സിന്റെ അവസ്ഥയിലും ഞാൻ എന്റെ ബലഹീനത ഏറെ തിരിച്ചറിയുമ്പോൾ ഞാൻ ഏറെ ക്രിസ്തുവിൽ ശക്തനായിട്ട് തീരുന്നു. നീ 33-ാമത്തെ അധ്യായത്തില് യേശാവിന്റെ അടുത്ത് വരുമ്പോഴേ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്. ആ ഭാഗം കൂടെയാണെന്ന് പറയാം. യാക്കോബിന്റെ രൂപാന്തരം കാണണമെങ്കിൽ യേശാവിന് ഇതെല്ലാം സമ്മാനങ്ങളെല്ലാം കൊണ്ടുകൊടുത്തപ്പോ യേശാവ് പറഞ്ഞു 33:9, ജെനസിസ് 33:9, അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. യേശാവ് പറഞ്ഞു, ഐ ഹാവ് ഇനഫ് മൈ ബ്രദർ. യേശാവ്, സഹോദരൻ, എനിക്ക് വേണ്ടുന്നതുണ്ട്. I have enough my brother, keep what you have for yourself. നിനക്കുള്ള നിന്റെ കൈ വെച്ചോ, നിന്റെ ഇതെല്ലാം നിനക്ക് ദൈവം തന്നതല്ലേ, നീ വെച്ചു. നല്ല ഉദ്ദേശത്തിലാ പറഞ്ഞത്. എനിക്ക് വേണ്ടുന്നത് ഉണ്ട്. 33:11 യാക്കോബും അതേ കാര്യം പറയുന്നുണ്ട്. യാക്കോബ് പറയാണ്, ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ, ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളം ഉണ്ട്. രണ്ടും ഒരുപോലെ സൗണ്ട് ചെയ്യുന്നുണ്ടല്ലേ? യേശാവ് പറഞ്ഞു എനിക്ക് വേണ്ടുന്നതുണ്ട്, യാക്കോബ് പറഞ്ഞു എനിക്ക് വേണ്ടുവോളമുണ്ട്. യേശാവ് പറയുന്നത് എനിക്ക് വേണ്ടുന്നതുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശാവ് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഐ ഹാവ് എ ലോട്ട്, എനിക്ക് ഒരുപാടുണ്ട്, ഞാൻ ഒരുപാട് പണം കൈകാര്യം ചെയ്തു വന്നവനാ, എന്റെ പേഴ്സിൽ കൂടെ ആയിരങ്ങൾ മറിഞ്ഞതാ, ലക്ഷങ്ങൾ മറിഞ്ഞതാ, ഞാൻ കണ്ടു വളർന്നവനാ. കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു യൂസേജ്? ചിലർ പറയുന്നത് കേട്ടിട്ടില്ല, ആത്മീയരും പറയും, അല്ലാത്തവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ദൈവത്തിന് ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യം അത്. ഇവിടെ യേശാവ് പറഞ്ഞത് ഐ ഹാവ് പ്ലെന്റി, ഞാൻ ഇതൊക്കെ ഇഷ്ടം പോലെ കണ്ടു വന്നതാ, എനിക്ക് വേണ്ടുന്നതുണ്ട്. എന്നാൽ യാക്കോബ് പറഞ്ഞപ്പോൾ, ഇത് എബ്രായ പദത്തിൽ പഠിക്കും, ഇത് രണ്ടിനും രണ്ടർത്ഥമാ. യേശാവ് പറഞ്ഞതിനും യാക്കോബ് പറഞ്ഞതിനും രണ്ടർത്ഥമാ. യേശാവ് പറഞ്ഞു ഐ ഹാവ് പ്ലെന്റി എന്ന് പറയല, ഐ ഹാവ് ലോട്ട്. എന്നാ യാക്കോബ് പറഞ്ഞു എനിക്ക് വേണ്ടുവോളമുണ്ട്. യാക്കോബ് പറഞ്ഞു എന്താണെന്നറിയാമോ? ഐ ഹാവ് എവരിതിങ്, എനിക്ക് എല്ലാം ലഭിച്ചു. ഐ ആം കണ്ടന്റ് വിത്ത് ഗോഡ്. ഞാൻ ദൈവത്താൽ ഞാൻ തൃപ്തിപ്പെട്ടവനാ, ഞാൻ തൃപ്തനാ. ഐ ആം കണ്ടന്റ് എന്നാണ് യാക്കോബ് പറഞ്ഞതിന്റെ അർത്ഥം. യേശാവ് പറഞ്ഞ അങ്ങനെയല്ല, എനിക്ക് വേണ്ടുവോളം ഞാൻ കൈകാര്യം ചെയ്ത് മടുത്തവനായ, എനിക്ക് ഒരുപാടുണ്ട്, ഐ ഹാവ് ലോട്ട്. എന്നാൽ യാക്കോബ് പറഞ്ഞു ഐ ആം കണ്ടന്റ്, ഐ ഹാവ് എവരിതിങ്. ഇതെങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്? യേശാവ് പറഞ്ഞതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? അത് യാക്കോബ് പറഞ്ഞ പോലെയാണോ? ഈ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് എനിക്കെല്ലാം ഉണ്ടെന്നുള്ള ഒരു തൃപ്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ? മുടന്തു വന്നാലും പോട്ടെ, ചിലതൊക്കെ കരിഞ്ഞു പോയെന്നിരിക്കാം, ചിലതൊക്കെ ദുഃഖം ഇന്നും എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ശേഷിച്ചിരിക്കാം, ചില ബന്ധങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മുറിവുകൾ ഉണ്ടാക്കിയെന്നിരിക്കാം. ചിലപ്പോൾ നമ്മൾ അതിനകത്തൊരു തെറ്റുകാരായിരിക്കത്തില്ല.
നമ്മളൊരു തെറ്റ് ചെയ്തിട്ടായിരിക്കത്തില്ല, പക്ഷെ ദൈവം അത് അനുവദിച്ചത്. പക്ഷെങ്കിൽ ദൈവത്തിൽ എന്റെ തൃപ്തി ഞാൻ കണ്ടെത്തണം. യാക്കോബ് അത് കണ്ടെത്തി. യാക്കോബ് അത് കണ്ടെത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് പോയ യാക്കോബ് പ്രാർത്ഥിച്ചതല്ല, പ്രാർത്ഥനയല്ല ഇപ്പോൾ ഇങ്ങോട്ട് വന്ന യാക്കോബ് പ്രാർത്ഥിക്കുന്നത്. നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. അങ്ങോട്ട് പോയ യാക്കോബ് പറഞ്ഞു, ഇഫ് ദൈവമേ ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഞാൻ നിനക്ക് ആലയം പണിയാം, ഞാൻ നിനക്ക് 10-1 തരാം. പക്ഷെങ്കിൽ ഇങ്ങോട്ട് വന്ന യാക്കോബ് എന്താ പറഞ്ഞെന്നറിയാമോ? 32:9 തൊട്ട് യാക്കോബ് പറയുക, യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക. 32:9 തൊട്ടുള്ള വാക്യങ്ങളില് ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ. അന്നേ അത് പറഞ്ഞപ്പോ യാക്കോബിന്റെ ബുദ്ധിയിലോട്ടത് കയറിയില്ല. ഇപ്പോഴാണ് ഉടമ്പടി ചെയ്ത ദൈവത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയൊക്കെ വരുന്നത്. 10-ാം വാക്യത്തിൽ യാക്കോബ് പറയും, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രനത്രേ. അങ്ങോട്ട് പോയപ്പോഴൊന്നും യാക്കോബിന്റെ പ്രാർത്ഥനയിൽ ഇതൊന്നുമില്ലായിരുന്നു. നമ്മൾ കണ്ടില്ലേ യാക്കോബ് എന്താ പറഞ്ഞെന്ന്? നീ എനിക്ക് ഉണ്ണാനും ഖാന പീന എല്ലാം തരാമെങ്കിൽ, റൊട്ടി കപ്പട ഒക്കെ തരാമെങ്കിൽ ഞാൻ നിനക്ക് ഇവിടെ ആലയം പണിഞ്ഞോളാം എന്നൊക്കെയാണ് പറഞ്ഞത് യാക്കോബ്. അങ്ങോട്ട് പോയപ്പോഴില്ലേ, ഇങ്ങോട്ട് വന്നപ്പോ യാക്കോബിന് അതൊന്നും പറയാനില്ല. ഒരു വിലയും യാക്കോബിന് പേശാനായിട്ടില്ല. അവിടെ എന്നെ കാക്കണം, എനിക്ക് ഭക്ഷിക്കാൻ തരണം, ആഹാരം വേണം, അപ്പന്റെ വീട്ടിൽ കൊണ്ടുപോകണം, എനിക്ക് അത് വേണം, ഇത് വേണം, ഇതൊക്കെ യാക്കോബ് ചോദിച്ചു. തിരിച്ചു വന്നപ്പോ യാക്കോബിന് ഇതൊന്നും ചോദിക്കാനില്ല. ദൈവമേ നിന്റെ വിശ്വസ്തതയ്ക്ക് ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. 11-ാം വാക്യത്തില് എന്നിട്ട് പറയുന്നു, ഞാൻ ഒരു വടിയോടുകൂടി എവിടുന്ന് പോയത്, യോർദാൻ കടന്നത്, ഇപ്പൊ ഞാൻ 2 കൂട്ടമായിട്ട് തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനെ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അപ്പോഴും ഭയം ഉള്ളിലിരിക്കുക, ഭയം ഉള്ളിലുണ്ട്. പക്ഷെ അവൻ വന്ന് എന്നെയും എന്റെ മക്കളെയും തള്ളയും ഒക്കെ നശിപ്പിക്കുന്നതിന് ഭയപ്പെടുന്നു. അവന്റെ ഭയത്തെ ദൈവത്തിന്റെ മുമ്പിൽ ആ മേശപ്പുറത്ത് വിളമ്പി അങ്ങനെ വെക്കുക. നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതി പെരുപ്പം കൊണ്ട് വെണ്ണിക്കൂടാതെ കടൽക്കരയിലെ മണൽത്തരി പോലെ ആകുമെന്ന് എന്നോട് പറഞ്ഞല്ലോ. വാഗ്ദത്തത്തെ ഓർപ്പിക്കുന്നു. ഇവിടെ ഒരു ബാർഗൈനുമില്ല യാക്കോബിന്, ഒരു ബാർഗൈനുമില്ല. ചേട്ടനോട് റെക്കൺസൈൽ ചെയ്യാൻ മുൻകൈ എടുക്കുന്ന യാക്കോബിനെ നമുക്കിവിടെ കാണാം. ഏശാവിന്റെ അടുക്കലേക്ക് തനിക്ക് മുമ്പായിട്ട് ദൂതന്മാരെ അയക്കുക, എന്നിട്ട് പറയുന്നു, എന്റെ യജമാനനായ ഏശാവിനോട് പറയണമെന്ന് പറയുന്നു. 32-4 വാക്യത്തിൽ യാക്കോബ് പറയും, എന്റെ യജമാനനായ ഏശാവെന്ന്. ഇദ്ദേഹം പോയപ്പോ എന്റെ യജമാനായ ഏശാവെ ടാറ്റാന്ന് പറഞ്ഞാണോ പോയത്? ഒരിക്കലും അല്ല. വന്ന രൂപാന്തരം കണ്ടോ? ദൂതന്മാരോട് പറയാ, എന്റെ യജമാനായ ഏശാവിനോട് ഇങ്ങനെ പറയണം, നിന്റെ അടിയാൻ. അയ്യോ, ഈ മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് വിട്ട് ഇദ്ദേഹം പോവുമായിരുന്നോ? നോക്കണേ, യാക്കോബിന് വന്ന രൂപാന്തരം കണ്ടില്ലേ? ഹി ഫീൽ വെരി സ്മോൾ നൗ. ഞാൻ അപാത്രനത്രേ. യാക്കോബ് ഡിമിനിഷ്, ഞാനോ കുറയണം, നീയോ വളരണം എന്നുള്ളതായി ഇപ്പൊ യാക്കോബിന്റെ മനോഭാവം. യാക്കോബ് ദൈവത്തിന്റെ സ്വഭാവത്തെ യാക്കോബ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഹി അക്നോളജ് ഗോഡ്സ് ആട്രിബ്യൂട്ട്സ്. എന്നിട്ട് പറയാം, നീ സകല സകല വിശ്വസ്തതയുള്ള ദൈവമാ. എന്റെ അയോഗ്യത, എന്റെ സ്മോൾനെസ് ഞാൻ തുറന്ന് സമ്മതിക്കുക. എന്നിട്ട് പറയുന്നു, എന്റെ ഭയം ഞാൻ നിന്റെ മുമ്പിൽ വെക്കുക. അവന്റെ കയ്യിൽ നിന്നെ രക്ഷിക്കണമേ. ആ വാക്ക് ഓർക്കണമേ, രക്ഷിക്കണമേ. യഹോവ രക്ഷയാണെന്നാ പറയുന്നത്. പഴയ നിയമത്തിൽ എവിടെങ്കിലും രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ അതിന്റെ എബ്രായ പദം എന്താണെന്നറിയാമോ? യഹോവ രക്ഷിക്കുന്നു. അതാരാ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആഴം പഠിക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമം പഠിക്കണം. ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്നാ പറയുന്നത്. ഹി വാസ് വെരി ഓണസ്റ്റ്. അവൻ വളരെ തുറന്ന മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുക. അവന്റെ ഭയത്തെ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞ്, ഞാൻ നിന്നെ മുഖാമുഖം കാണുകയാണ്. അതെ, ദൈവത്തിന്റെ മുഖം കണ്ട യാക്കോബിന്റെ പേര് മാറാനിടയായി തീർന്നു. യാക്കോബിന്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസം കണ്ടോ? ആ യാക്കോബ് ഇവിടെ പറയുന്നു, അതെ, എന്താണ് പറയുന്നത്? അവൻ വടിയിൽ ചാരി നിന്ന് അവന് അനുഗ്രഹിക്കുന്നു. പിന്നെ യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബ് ബെന്യാമീനെ മുറുകെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. യാക്കോബ് വിടത്തില്ലായിരുന്നു. ബാക്കി മക്കളെ എല്ലാം വിട്ടു, ക്ഷാമകാലത്ത് പോയി എല്ലാം നിങ്ങൾ ശേഖരിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെങ്കില് ബെന്യാമീനെ അടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. കാര്യം റാഹേലിലുണ്ടായ അടുത്ത മകനാ ബെന്യാമീൻ. ജോസഫ് പോയി.
ഇനി ബെന്യാമീനെ ഞാൻ ഒരിക്കലും വിടത്തില്ലെന്ന് പറഞ്ഞു. ജോസഫിന് ചേട്ടന്മാരെ കണ്ടപ്പോൾ മനസ്സിലായപ്പോ ജോസഫ് പറഞ്ഞു, ഇനി ഒരുത്തൻ വീട്ടിലുണ്ടല്ലോ അവനെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടത്തില്ല, ധാന്യം കിട്ടത്തില്ല. അവർ വന്ന് അപ്പനോട് പറഞ്ഞു, ബെന്യാമീനെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ പട്ടിണി മാറത്തില്ല. അപ്പോഴത്തേന് യാക്കോബിന്റെ ആ ഒരു വേദന, യാക്കോബിന് അടുത്തതും ഉണ്ടായിരുന്ന ഒരു അത്താണിയായിരുന്നു ബെന്യാമിൻ. ബെന്യാമിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സൺ അറ്റ് ദ റൈറ്റ് ഹാൻഡ് എന്ന. അപ്പന്റെ വലതുവശത്തിരിക്കുന്ന മകന്. ആ പഴയ നിയമകാലത്ത് അപ്പന്മാർ ഒരു മോനെ എപ്പോഴും കൂടെ വെച്ചിരിക്കും, അവനെ ഒന്നും ജോലിക്ക് വിടത്തില്ല. അപ്പന്റെ വാർദ്ധക്യ കാലത്ത് ഒരു ആശ്വാസത്തിന് ഒരു മകനെ എപ്പോഴും കൂടെ വെച്ചിരിക്കും. അങ്ങനെ വെച്ചിരുന്ന മകനായി ബെന്യാമിന്. ഒടുവിൽ ബെന്യാമിനെ ആ തണലും ദൈവം പറിച്ചെടുത്തു. ഇപ്പൊ മടങ്ങി വരുമോ എന്ന് ഒരു നിശ്ചയവും യാക്കോബിനില്ല. യാക്കോബ് അതും വിട്ടുകൊടുക്കാൻ തയ്യാറായി തീർന്നു. ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാ യാക്കോബ് പറഞ്ഞത്. യാക്കോബിന് വന്ന വ്യത്യാസം കണ്ടില്ലേ? യാക്കോബിനെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ യാക്കോബ് ഒരു അനുഗ്രഹമായിട്ട് തീരുന്നു. യാക്കോബ് ഗോത്രങ്ങളുടെ പിതാവായിട്ട് തീരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:21 വിശ്വാസത്താൽ, ഇപ്പോൾ മരണസമയത്തേക്ക് യാക്കോബ് വന്ന് നിൽക്കുക. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ ജോസഫിന്റെ മക്കളെ ഇരുവരെ അനുഗ്രഹിച്ചു. തന്റെ വടിയുടെ അറ്റത്ത് ചാരി അവന് ആരാധിക്കുന്ന ഒരു യാക്കോബിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ഒരു യാക്കോബിന്റെ വിശ്വാസത്തെ ദൈവം ശോധന ചെയ്തു. 1 പത്രോസ് 1:7 പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വലുതാ. യാക്കോബ് ജോസഫിനെ അനുഗ്രഹിച്ചു. തനിക്ക് പോവുക, തന്റെ മരണസമയം അടുത്തു. അബ്രഹാം അനുഗ്രഹിച്ചു, ഇസഹാക്ക് അനുഗ്രഹിച്ചു, യാക്കോബും അനുഗ്രഹിച്ചു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. വടിയിന്മേൽ ചാരി നിൽക്കുന്ന ഒരു യാക്കോബ്. അവൻ ആത്മീയമായിട്ട് കുള്ളനായിരുന്നു. ഇന്ന് അവൻ ആത്മീയനായിട്ട് അവന് ജയന്റായിട്ട് തീർന്നു. കാരണം എന്താണെന്നറിയാമോ? അവൻ ദൈവത്തോട് മല്ലുപിടിച്ചു. അവനെ തനിച്ച് ദൈവം വിട്ടു ഒരിടത്ത് ദൈവം ഡീൽ ചെയ്തു. അവന്റെ ജീവിതത്തെ രാത്രി കടന്നു വന്നു. അതെ, അവന്റെ ജീവിതത്തെ ദൈവം തൊട്ടു. അവൻ വേദനയിൽ കൂടി കടന്നുപോയി. ഇതൊക്കെ അവനെ ഒരു ആത്മീയ ജയന്റാക്കി മാറ്റി, ഒരു ആത്മീയ ഭീമനാക്കി അവനെ മാറ്റി, ശക്തവാനായിട്ട് അവനെ മാറ്റുവാനായിട്ട് ഇടയായിട്ട് തീർന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യാക്കോബിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് നമുക്കൊന്ന് വെക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഈ യാക്കോബ് ജ്യേഷ്ഠാവകാശം എടുത്തുകൊണ്ടാണ് യാക്കോബ് വന്നത്. അതുകൊണ്ട് യാക്കോബ് എന്താണ് എബ്രായർക്ക് ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ എബ്രായർ 12:22-24 വായിക്കാൻ കഴിയുന്നു. നമ്മൾ കാണുമ്പോൾ എവിടെയാണ്? സിയോൻ പർവ്വതത്തിനടുക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കടുത്തിലേക്ക് നമുക്കൊരു കൂട്ടിമുട്ടലുള്ളത്. നമ്മുടെ പ്രത്യാശ എന്താ? നമ്മൾ ഒരു സമയത്ത് നമ്മൾ അവിടെ ചെന്ന് ചേരും. എബ്രായർ 12:22-24 അവിടെ കാണാൻ സാധിക്കുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേക ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. ആരാ ആദിജാതന്മാരാരാ? യാക്കോബ് ആദ്യജാതന്റെ അവകാശം പിടിച്ചു പറ്റിയവനാ യാക്കോബ്. എന്നാല് റോമർ 9:13 മലാക്കിയിലും പറയുന്നു, ദൈവം പറഞ്ഞു, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു. എന്താ ദൈവം യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിക്കാനുള്ള കാര്യം? ദൈവം പാർഷ്യാലിറ്റി ഉള്ള ദൈവമാണ്. ദൈവം ഒരു വീട്ടിലെ 2 മക്കളെ 2 തരത്തിൽ കരുതുന്ന ദൈവമാണ്. ദൈവം യാക്കോബിനെ സ്നേഹിക്കാനുള്ള ഒരൊറ്റ കാരണം, താൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ ഭവനത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവന്. നമ്മളെല്ലാവരും ആദ്യജാതന്മാരാ. യാക്കോബിന്റെ ലേഖനം 1:18 നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഞാനും നിങ്ങളും അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന്. വി ആർ ദ ഫസ്റ്റ് ഫ്രൂട്ട്, വി ആർ എ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്. നമ്മൾ ആദ്യ ഫലമാ. കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് യാക്കോബിനെ പോലെ, യാക്കോബിന് പിടിച്ചു പറ്റിയ ആ ജ്യേഷ്ഠാവകാശം പോലെ ഒരു ജ്യേഷ്ഠാവകാശം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഫിസിക്കലി ഉള്ളൊരു ജ്യേഷ്ഠാവകാശത്തെ കുറിച്ചല്ല പറയുന്നത്. വീണ്ടും ജനനം പ്രാപിച്ച ഏത് ദൈവ പൈതലും അവൻ ആദ്യ പൈതല. അതിനെ നമ്മൾ അലക്ഷ്യമാക്കി കളയരുത് ഒരിക്കലും. അതിനെ അലക്ഷ്യമാക്കി കളഞ്ഞ ഏശാവിനെ കുറിച്ച് പറയുന്നു എബ്രായർ 12:15-17 ജാഗ്രതയുള്ളവരായിട്ടിരിക്കും.
ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. കയ്പുള്ള വേരും മുളച്ചു പൊങ്ങി കലക്കമുണ്ടാക്കി മലിനപ്പെടുവാൻ അനേകർ മലിനപ്പെടാൻ ഇടയായിത്തീരും. ജ്യേഷ്ഠാവകാശം നമ്മൾ കളഞ്ഞാൽ നമ്മൾ തന്നെയല്ല മലിനപ്പെടുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ദൈവകൃപ നഷ്ടപ്പെടും, ചുറ്റുമുള്ളവർ മലിനപ്പെടാൻ ഇടയാകും. അതാ ഏശാവിനെ കുറിച്ച് പറയുന്നത്. അവൻ കയ്പുള്ളവനായിട്ട് തീർന്നു. നമ്മുടെ ജ്യേഷ്ഠാവകാശം, ദൈവം നമുക്ക് തന്ന ജ്യേഷ്ഠാവകാശം, അവന്റെ രക്തത്താൽ നമുക്ക് തന്ന കഴുകല്, അവന്റെ ഏകയാഗത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്തത്, അവൻ നമുക്ക് കൊടുത്ത വിലയെ നമ്മൾ അലക്ഷ്യമാക്കി കളഞ്ഞാല് അവൻ നമ്മളെ വിളിച്ചതിനെ നമ്മൾ മലിനപ്പെടുത്തി, നമ്മൾ ഡിഫൈൽ ചെയ്ത് കളയുക, നമ്മൾ കയ്പുള്ളവരായിട്ട് തീരുകയാണ്, നമ്മൾ അഭക്തരായിട്ട് തീരുക, നമ്മൾ അൺഗോഡ്ലി ആയിട്ട് തീരുകയാണ്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ഗാർഡ് യുവർ സെൽഫ്. വലിയൊരു വാണിംഗ് നമുക്കിവിടെ തരുന്നുണ്ട്. ഏശാവിന് പറ്റിയത് നമ്മൾക്ക് പറ്റരുത്. പിന്നത്തേതിൽ അവൻ അനുഗ്രഹം പ്രാപിപ്പാൻ അവൻ ഒത്തിരി ആഗ്രഹിച്ചു, അവൻ കരഞ്ഞു, പക്ഷെങ്കിൽ അവന് കിട്ടിയില്ല, അവന് ലഭിച്ചില്ല. അതുകൊണ്ട് നമ്മൾക്ക് ലഭിച്ച ഈ രക്ഷയുടെ അനുഭവം നമ്മൾ ഏറെ സൂക്ഷ്മതയോടെ ഈ നാളുകളിൽ കരുതേണ്ടത് ആവശ്യമാണ്. നമ്മളിലുള്ള കയ്പ്, നമ്മളിലെ റെക്കൺസൈൽഡ് ആവാത്തത്, നമ്മളിലെ ഭയം, ദൈവത്തോടുള്ള നമ്മുടെ ബാർഗെയിനിങ് സ്വഭാവം, ഇതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് നമ്മളുടെ ഉള്ള അവസ്ഥ ദൈവത്തിന് തുറന്നു വെച്ചിട്ട് നമ്മളെ എംപ്റ്റി ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക. അങ്ങനാണെങ്കിൽ ആദ്യജാതന്മാരുടെ സഭയിൽ നമ്മളും ഉണ്ടാകും. അങ്ങനെയുള്ള ആദ്യജാതന്മാരുടെ സഭയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എബ്രായർ 12:22 അപ്രകാരം ഒരു സിയോൻ പർവ്വതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. വി ആർ എ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്. ജ്യേഷ്ഠാവകാശം വിട്ടുകളയരുതേ. ജ്യേഷ്ഠാവകാശം പോയി പോകാതിരിപ്പാൻ നമ്മൾ സൂക്ഷിച്ചോണേ. മറ്റുള്ളവർക്ക് അത് മലിനത കൊണ്ടുവരും. നമ്മൾ അൺഗോഡ്ലിയാണ്, അഭക്തരാണെന്ന് വിധി എഴുതാനിടയായിട്ട് തീരും. ഒരുപക്ഷെ യാബോക്കിന്റെ കടവിന്റെ അനുഭവം നമുക്കുണ്ടായിരിക്കാം, മുടന്തിന്റെ അനുഭവം ഉണ്ടായിരിക്കാം, വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കാം, ഒരു വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ടായിരിക്കാം ഞാൻ ഒരുപക്ഷെ നടക്കുന്നത്. ചിലതൊക്കെ ലോകം എന്നെ നോക്കിയാൽ എന്നെ കണ്ടിട്ട് പ്രാർത്ഥിക്കാനൊക്കെ നടന്നിട്ട് ഇങ്ങനെയാണോ, പ്രാർത്ഥിക്കാൻ നടന്നിട്ട് നിന്റെ സൗഖ്യം എവിടെ പോയി, നീ ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ലേ, നിന്നേക്കാളൊക്കെ എത്രയോ സമ്പന്നമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങൾ ജീവിക്കുന്നത്. ആയിക്കോട്ടെ, ദൈവം എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് പ്രധാനം. എബ്രായർ 11:9 വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് കൂട്ടാവകാശികളായിട്ട് ഒരു യാക്കോബ് കൂടാരത്തിൽ പാർത്തു. അങ്ങനെയാണെങ്കിൽ ആ യാക്കോബ് വടിയിൽ ചാരിക്കൊണ്ട് അനേകർക്ക് അവൻ അനുഗ്രഹമായിട്ട് തീർന്നു. അവൻ അനേകരെ അനുഗ്രഹിച്ചു, മക്കളെ അനുഗ്രഹിച്ചു, അവനൊരു അനുഗ്രഹമായിട്ട് തീർന്നു. ഇങ്ങനെ ഒരു യാക്കോബായിട്ട് തീരാൻ, ഒരു ഇസ്രായേലായിട്ട് തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.